അപ്പോൾ അടുത്തത് നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 17ലേക്ക് പോവുകയാണ്. നമുക്ക് വായിച്ചു നോക്കാം നിങ്ങളുടെ എക്സസൈസസ്. ഇനി അങ്ങോട്ട് 17, 18, 19 അങ്ങനെ പോയി ലാസ്റ്റ് എക്സസൈസ് വരെ നമ്മൾ പോകുന്നതാണ്. അഡീഷണൽ എക്സസൈസ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. അല്ലാതെ കൊടുത്തിരിക്കുന്ന എക്സസൈസസ്, ബേസിക് ആയിട്ടുള്ള NCERT എക്സസൈസസ് ഫുൾ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, വർക്ക്ഔട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് വായിക്കാം. 17th ക്വസ്റ്റ്യൻ ആണ്. കെയർഫുൾ മെഷർമെന്റ് ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ സർഫസ് ഓഫ് എ ബ്ലാക്ക് ബോക്സ് indicates that the net outward flux through the surface of the box is 8.0 into 10⁻³ Newton meter square per coulomb. എന്ന് വെച്ചാൽ വായിച്ചു നോക്കിയാൽ അറിയാം, ബ്ലാക്ക് ബോക്സ് അതൊരു പ്രത്യേക രീതിയിലുള്ളതാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇപ്പൊ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അപ്പൊ അതുപോലെ നിങ്ങൾ ഒരു ബോക്സ് എന്ന് ഉദ്ദേശിച്ചാൽ മതി. അപ്പൊ അതിൽ കൂടിയുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ കൃത്യമായ മെഷർമെന്റ് നമ്മൾ നടത്തിയപ്പോൾ നെറ്റ് ഔട്ട്വേർഡ് ഫ്ലക്സ്, ഈ ബോക്സിന്റെ സർഫസിൽ കൂടിയുള്ള നെറ്റ് ഔട്ട്വേർഡ് ഫ്ലക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 8.0 into 10³ Newton meter square per coulomb ആണ്. നെറ്റ് ഔട്ട്വേർഡ് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു എമൗണ്ട് എന്ത് ചെയ്യും? ഇപ്പൊ നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ, ഫൈ ഇൻവേർഡും ഉണ്ട് ഔട്ട്വേർഡും ഉണ്ട്. അപ്പൊ അകത്ത് കയറുന്ന അതേ എണ്ണം തന്നെ പുറത്തിറങ്ങിയാൽ നെറ്റ് ഫ്ലക്സ്, അതിൽ നിന്നും വരുന്ന നെറ്റ് ഫ്ലക്സ് 0 ആണെന്നാണ് നമുക്ക് പറയുന്നത്. മനസ്സിലായില്ലേ? പക്ഷെ ഇവിടെ എന്താണ്, നെറ്റ് ഔട്ട്വേർഡ് ഫ്ലക്സ് ഉണ്ട്. അത് എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 8.0 into 10³ Newton meter square per coulomb. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എ പാർട്ട്, വാട്ട് ഈസ് ദ നെറ്റ് ചാർജ് ഇൻസൈഡ് ദ ബോക്സ്. ഈ ചാർജിനകത്തുള്ള ഈ ബോക്സിനകത്തുള്ള നെറ്റ് ചാർജ് എത്രയാണ്? ഗോസസ് ലോ ഉപയോഗിച്ച് കണ്ടുപിടിക്കാമല്ലോ. ഇനി ബി പാർട്ട്, ഇഫ് ദ നെറ്റ് ഔട്ട്വേർഡ് ഫ്ലക്സ് ത്രൂ ദ സർഫസ് ഓഫ് ദ ബോക്സ് വേർ 0, ഈ ബോക്സിന്റെ സർഫസിൽ കൂടി വരുന്ന നെറ്റ് ഔട്ട്വേർഡ് ഫ്ലക്സ് 0 ആണെങ്കിൽ അതിനകത്ത് കുഡ് യു കൺക്ലൂഡ് ദാറ്റ് there were no charges inside the box, why or why not? ഒരിക്കൽ കൂടി ക്വസ്റ്റ്യൻ വായിക്കാം. ഇഫ് ദ നെറ്റ് ഔട്ട്വേർഡ് ഫ്ലക്സ് ത്രൂ ദ സർഫസ് ഓഫ് ദ ബോക്സ് വേർ 0, ഈ ബോക്സിന്റെ സർഫസിൽ കൂടിയുള്ള നെറ്റ് ഔട്ട്വേർഡ് ഫ്ലക്സ് 0 ആണെങ്കിൽ നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുമോ എന്ത്? ഇതിനകത്ത് ചാർജുകൾ ഇല്ലേ എന്ന്. നമ്മൾ മുമ്പേ ഗോസസ് ലോയുടെ ഡെഫിനിഷൻ പറഞ്ഞതാണ്, അകത്തുള്ള നെറ്റ് ചാർജ് 0 എന്നാണ്. എന്ന് വെച്ചാൽ അതിനകത്ത് ചാർജ് ഇല്ല എന്നല്ല. ഇപ്പൊ നമ്മുടെ ശരീരം തന്നെ എടുക്കാം. നമ്മുടെ ശരീരത്തിൽ ചാർജുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചാർജുകളുണ്ട്, പക്ഷേ നെറ്റ് ചാർജ് 0 ആണ്. എന്തുകൊണ്ടാണ്? ഈക്വൽ എമൗണ്ട് ഓഫ് പോസിറ്റീവ് ചാർജും ഈക്വൽ എമൗണ്ട് ഓഫ് നെഗറ്റീവ് ചാർജും ഉണ്ട് നമ്മുടെ ശരീരത്തിലും. നിങ്ങളിപ്പോ ഒരു മേശപ്പുറത്തിരുന്നാണ് എഴുതുന്നതെങ്കിൽ ആ മേശപ്പുറത്തും ഒക്കെ ഈക്വൽ എമൗണ്ട് ആണ് ചാർജ്. അതിനകത്ത് ചാർജ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ പിന്നെ ചാർജ് ഉണ്ട്, പക്ഷേ രണ്ടിന്റെയും എണ്ണം ഈക്വൽ ആയതുകൊണ്ട് നെറ്റ് ചാർജ് 0 ആണ്. എക്സസ് ആയ ചാർജുകളൊന്നും ഇല്ല എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോ ക്വസ്റ്റ്യൻ വ്യക്തമായി എന്ന് വിചാരിക്കുകയാണ്. നെറ്റ് ഔട്ട്വേർഡ് ഫ്ലക്സ് 0 ആയതുകൊണ്ട് ഇതിനകത്ത് ചാർജുകൾ ഇല്ലേ എന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് എ പാർട്ട് ചെയ്ത് നോക്കാം. എങ്ങനെയാണ്? നെറ്റ് ഔട്ട്വേർഡ് ഫ്ലക്സ് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് ചാർജ് കണ്ടുപിടിച്ചൂടെ? ഗോസസ് ലോ ഉപയോഗിച്ച്. എന്താണ് ഗോസസ് ലോ പറയുക? ഫൈ ഈസ് ഈക്വൽ ടു Q ബൈ ε0. Q എന്ന് പറഞ്ഞാൽ എന്താണ്? ബോക്സിനകത്തുള്ള നെറ്റ് ചാർജ്. അപ്പൊ Q ഈസ് ഈക്വൽ ടു എത്ര? ഫൈ ഇ ഇൻറ്റു ε0 എന്ന് കൊടുത്തൂടെ? അപ്പൊ ε0യുടെ വാല്യൂ എത്ര? 8.85 into 10⁻12 ഇൻറ്റു ഫൈയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് എത്ര? 8.0 into 10³ Newton meter square per coulomb. അപ്പൊ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 0.07 മൈക്രോ കൂളോം എന്ന് കിട്ടും. നിങ്ങൾക്ക് ചെയ്യുന്നത് 7 into 10⁻7 അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പൊ അത് നിങ്ങൾ മൈക്രോ കൂളമ്പിലേക്ക് ആക്കുക. അതൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. എങ്ങനെയാണെന്ന് ഈ പവർ മാറ്റി ഇങ്ങോട്ട് ആക്കുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഇനി ബി പാർട്ടിലേക്ക് പോകുന്നു. നെറ്റ് ഔട്ട്വേർഡ് ഫ്ലക്സ് 0 ആണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? അതിനകത്ത് ചാർജേ ഇല്ല. ഐദർ ദ ചാർജ് ഈസ് 0 അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഈക്വൽ എമൗണ്ട്സിലുണ്ട് എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്തൂടെ? കാര്യം പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് ഈക്വൽ എമൗണ്ട്സിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? നെറ്റ് ചാർജ് 0 ആണെന്നാണ്. ഒന്നുകിൽ ചാർജ് എന്നൊരു സംഗതിയെ അതിനകത്ത് ഇല്ല, അപ്പോ നെറ്റ് ഔട്ട്വേർഡ് ഫ്ലക്സ് 0 ആണ് ഗോസസ് ലോ പ്രകാരം. അല്ലെങ്കിൽ പോസിറ്റീവും നെഗറ്റീവും ചാർജസ് തുല്യമാണെങ്കിലോ നെറ്റ് ചാർജ് 0 അല്ലേ? അപ്പോഴും ഇവിടെ വരുന്ന ഈ എക്സ്പ്രഷനിലെ ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെറ്റ് ചാർജ് ആണ്. അതിനകത്ത് നെറ്റ് ചാർജ് എത്രയുണ്ട്? ഇപ്പോ -16 കൂളമും 18 കൂളമും ഉണ്ടെങ്കിൽ നെറ്റ് ചാർജ് എത്രയാണ്? ഇത് രണ്ടും കൂടെ കൂട്ടുക, അപ്പൊ എത്ര? 2 കൂളം. അതാണ് നെറ്റ് ചാർജ്. മനസ്സിലായോ? അതാണ് ഈ ഇതിൽ വരുന്നത്, ഈ എക്സ്പ്രഷനിലെ ക്യൂവിൽ വരുന്ന അതാണ്. ഓക്കെ, അപ്പോ
ഒരു സർഫസിൽ കൂടിയുള്ള നെറ്റ് ഔട്ട്വേർഡ് ഫ്ലക്സ് 0 ആണ് എന്നതുകൊണ്ട് അതിനകത്ത് ചാർജ് എന്നൊരു സംഗതിയേ ഇല്ല എന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇതിനകത്ത് ചാർജ് ഉണ്ട്. പക്ഷേ ചാർജുകളുടെ എണ്ണം തുല്യമായതുകൊണ്ട് രണ്ടും കൂടി ചേർക്കുമ്പോൾ നെറ്റ് ചാർജ് 0 ആയി പോകുന്നു. മനസ്സിലായോ? അപ്പോൾ ഈ ആൻസർ നിങ്ങൾക്ക് വേണ്ടി വായിക്കുകയാണ്. ഇഫ് ദ നെറ്റ് ഔട്ട്വേർഡ് ഫ്ലക്സ് ഈസ് 0 then there are two possibilities. നെറ്റ് ഔട്ട്വേർഡ് ഫ്ലക്സ് 0 ആണെങ്കിൽ രണ്ട് പോസിബിലിറ്റികൾ ഉണ്ട്. എന്തൊക്കെയാണ്? ഐദർ ദ ചാർജ് ഈസ് 0, ഒന്നുകിൽ അതിനകത്തുള്ള ചാർജ് 0 ആയിരിക്കാം, അല്ലെങ്കിൽ 0 ചാർജ് എന്ന് പറഞ്ഞാൽ ചാർജേ ഇല്ല. ഓർ there are equal amounts of positive and negative charges inside the box, അല്ലെങ്കിൽ ബോക്സിനകത്ത് പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകളുടെ എണ്ണം തുല്യമായിരിക്കാം. സോ വി കനോട്ട് കൺക്ലൂഡ് ദാറ്റ് there are no charges inside the box. അപ്പോ ബോക്സിനകത്ത് ചാർജുകളെ ഇല്ല എന്ന കൺക്ലൂഷനിലേക്ക് എത്താൻ നമുക്ക് പറ്റില്ല എന്നതാണ്. മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഓരോന്ന് ചെയ്യുമ്പോഴാണ് നമുക്ക് തിയറി വ്യക്തമാവുന്നത്. അത് നമ്മൾ കഴിഞ്ഞ കൊല്ലമേ പറഞ്ഞതാണ്. ഒരു തിയറിയിലെ ഇൻഹെറന്റ് ആയ ഡിഫിക്കൽറ്റികൾ മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ പ്രോബ്ലംസ് ചെയ്യണം. ഓരോരോ പ്രോബ്ലങ്ങൾ വ്യത്യസ്തമായ രീതിയിലുള്ള പ്രോബ്ലംസ് ചെയ്യുമ്പോൾ മാത്രമേ തിയറി ക്രിസ്റ്റൽ ക്ലിയർ ആയി അത് കറക്റ്റായി നിങ്ങളുടെ മനസ്സിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അടിച്ചുറപ്പിക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ ഇത്ര എന്ത് ചെയ്യുക? വ്യക്തമായി വായിക്കുക, കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങളുടെ നോട്ടിലേക്ക് എഴുതുക. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. നമുക്ക് അടുത്തത് 18ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ വായിക്കുകയാണ്. നിങ്ങളുടെ എക്സസൈസസിലെ 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ പോയിന്റ് ചാർജ് 10 മൈക്രോ കൂളോം ഈസ് at a distance 5 cm directly above the center of a square of side 10 cm as shown in figure. What is the magnitude of the electric flux through the square? അപ്പോൾ നോക്കണം, എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? ഒരു സ്ക്വയർ ആണ് നമുക്കുള്ളത്. അതിന്റെ സൈഡ് 10 സെന്റിമീറ്റർ ഉണ്ട്. അതായത് ഇതാണ് സ്ക്വയർ. അതിന്റെ സെന്ററിൽ നിന്നും മുകളിലേക്ക് നോക്കണം. ഇപ്പോൾ നിങ്ങളൊരു സ്ക്വയർ ഇങ്ങനെ ഈ ഒരു പേപ്പർ പ്ലെയിനിൽ ഇങ്ങനെ ഇതൊരു സ്ക്വയർ ആണെന്ന് വിചാരിക്കുക, ഇത്രയൊരു സ്ക്വയർ ആണെന്ന് വിചാരിക്കുക. അതിന്റെ സെന്ററിൽ നിന്നും 5 സെന്റിമീറ്റർ മുകളിലേക്ക്, ഇതാ ഇങ്ങനെയാണ്, ഇതാ ഈ വിരൽ വരുന്നുണ്ടോ നിങ്ങളിലേക്ക്, അതുപോലെ ഇമാജിൻ ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്ക്വയർ ഇവിടെ ഇരിക്കുകയാണ്. അതിൽ നിന്നും 5 സെന്റിമീറ്റർ, അതിന്റെ സെന്ററിൽ നിന്നും 5 സെന്റിമീറ്റർ മുകളിലേക്ക് എന്ത് ചെയ്തിരിക്കുകയാണ്? 5 സെന്റിമീറ്റർ മുകളിലുള്ള പോയിന്റിൽ ഒരു 10 മൈക്രോ കൂളോം ചാർജ് ഇരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഈ ചാർജ് നിങ്ങൾക്കറിയാം, ഇതൊരു പോയിന്റ് ചാർജ് ആണ്. ഇതിന് ചുറ്റും എന്തുണ്ട്? ഒരു റീജിയനിൽ ഇതിന്റെ ഇൻഫ്ലുവൻസ് അനുഭവപ്പെടും. ആ റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ്. ആ റീജിയനിലെ ഓരോ പോയിന്റിലും ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് ഉണ്ട്, നിങ്ങൾക്കറിയാം അല്ലേ? എന്ന് വെച്ചാൽ ഈ പോയിന്റ് ചാർജിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൽ നിന്നുള്ള ഇലക്ട്രിക് ഫീൽഡ് സ്പെറിക്കലി സിമെട്രിക്കലാണ്, എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ പോകുന്നുണ്ട്. അതുപോലെ അങ്ങനെ പോകുമ്പോൾ ഇത് ഈ സ്ക്വയറിൽ കൂടിയും ആ ഫീൽഡ് ലൈനുകൾ കടന്നു പോകുന്നുണ്ട്. അപ്പം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദ സ്ക്വയർ? ഈ സ്ക്വയറിലൂടെ കടന്നു പോകുന്ന ഇലക്ട്രിക് ഫ്ലക്സിന്റെ മാഗ്നിറ്റ്യൂഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. ഇവിടെ അവരൊരു ഹിന്റ് പറഞ്ഞിട്ടുണ്ട്. ഇത് പരീക്ഷയ്ക്ക് ഹിന്റ് തരണമെന്നില്ല, ഇതിപ്പോൾ നമ്മുടെ എക്സസൈസ് ആയതുകൊണ്ട് അവർ പറഞ്ഞതാണ്. തിങ്ക് ഓഫ് ദ സ്ക്വയർ ആസ് വൺ ഫേസ് ഓഫ് എ ക്യൂബ് വിത്ത് എഡ്ജ് 10 സെന്റിമീറ്റർ. ഈ സ്ക്വയറിനെ നിങ്ങൾ 10 സെന്റിമീറ്റർ എഡ്ജുള്ള ഒരു ക്യൂബിന്റെ ഒരു ഫേസ് ആയി കാണുക. ഇപ്പൊ ദാ നിങ്ങൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ദാ ഇതല്ലേ ക്യൂബ്. ഇതിന്റെ ഓരോ ഫേസ് നോക്കിയാലും അതൊരു സ്ക്വയർ അല്ലേ? എന്ന് വെച്ചാൽ അങ്ങനെയുള്ള ഒരു ക്യൂബിന്റെ ഒരു ഫേസ് ആയി നിങ്ങൾ നമ്മുടെ ചോദ്യത്തിലെ ഈ സ്ക്വയറിനെ കാണുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഫ്ലക്സ് കണ്ടുപിടിക്കുക എന്നതാണ്. കാരണം നിങ്ങൾക്കറിയാം, ഒരു ക്യൂബിന് എത്ര ഫേസസ് ഉണ്ട്? 6 ഫേസ് ഉണ്ട്. അതിൽ ഒരു ഫേസിലൂടെ കടന്നു പോകുന്ന ഫ്ലക്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഈ സ്ക്വയർ ആ ക്യൂബിൻ്റെ ഭാഗമായി കണക്കാക്കിയാൽ, ഓക്കെ, ക്യൂബിൻ്റെ ഒരു ഫേസായി കണക്കാക്കിയാൽ ആ ക്യൂബിൽ കൂടി കടന്നു പോകുന്ന ടോട്ടൽ ഫ്ലക്സിൻ്റെ ഒരു ഭാഗം ഈ സ്ക്വയറിൽ കൂടി കടന്നു പോകുന്നു. ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ 6 ഫേസുകളിൽ കൂടി കടന്നു പോകുന്നു എന്നതാണ് ടോട്ടൽ ഫ്ലക്സ്. എന്ന് വെച്ചാൽ ഇതൊരു ക്യൂബ് ആണെങ്കിൽ ആ ക്യൂബിൻ്റെ 6 ഫേസുകളിൽ കൂടിയും ഫ്ലക്സ് കടന്നു പോകുന്നുണ്ട്. അപ്പോൾ 6 ഫേസുകളിൽ കൂടി കടന്നു പോകുന്ന ഫ്ലക്സ് കണ്ടുപിടിച്ചിട്ട് അതിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു ഫേസിൽ കൂടി കടന്നു പോകുന്ന ഫ്ലക്സ് കിട്ടില്ലേ? ആ ഒരു ഫേസ് അല്ലേ നമ്മുടെ ഈ സ്ക്വയർ, ശരിയല്ലേ? ആ ഒരു റീസണിങ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് പോകാം. ദ ഗിവൺ സ്ക്വയർ can be imagined as one of the 6 faces of a cube of side 0.1 meter. ദാ 10 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? എല്ലാം മീറ്ററിലേ പറയാവൂ, എല്ലാം SI യൂണിറ്റിലേ പറഞ്ഞ് ശീലിക്കാവൂ. അപ്പോൾ ഇത് 10 സെന്റിമീറ്റർ ആണെങ്കിൽ 0.1 മീറ്റർ ആയിരിക്കും. അപ്പോൾ ഈ സ്ക്വയറിനെ 0.1 മീറ്റർ അല്ലെങ്കിൽ 10 സെന്റിമീറ്റർ എഡ്ജുള്ള ഒരു ക്യൂബിൻ്റെ
6 ഫേസുകളിൽ ഒന്നായി എടുക്കുക, ഇമാജിൻ ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദ ഗിവൺ സ്ക്വയർ ക്യാൻ ബി ഇമാജിൻഡ് ആസ് വൺ ഓഫ് ദ 6 ഫേസസ് ഓഫ് എ ക്യൂബ് ഓഫ് സൈഡ് 0.1 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ഈ സ്ക്വയർ ഇതാ ഇപ്പോൾ ഒരു ക്യൂബായി ഇങ്ങനെ മാറുകയാണ്. ക്യൂബായി ഇങ്ങനെ മാറുമ്പോൾ നോക്ക്, ഇത് 10 സെൻറ്റിമീറ്റർ, ഇതും 10 സെൻറ്റിമീറ്റർ അല്ലേ? എന്ന് വെച്ചാൽ ഇതിൻ്റെ പകുതി എത്രയാണ്? 5 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ പകുതി ഈ ദൂരത്തിലെ ഒരു പോയിന്റിലാണ് ആരിയ്ക്കുന്നത്? നമ്മുടെ ഈ ചാർജ് ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ഒരു സ്ക്വയർ ഇതാ നമ്മളൊരു ക്യൂബായി ഇങ്ങനെ കൺസ്ട്രക്റ്റ് ചെയ്താൽ ആ ക്യൂബിൻ്റെ ജോമെട്രിക് സെൻറ്ററിലല്ലേ നമ്മുടെ ഈ ചാർജ് ഇരിക്കുന്നത്, ശരിയല്ലേ? അപ്പോൾ ദാ നമുക്കങ്ങനെ പറഞ്ഞൂടെ, ദ ഗിവൺ ചാർജ് ക്യാൻ ബി ഇമാജിൻഡ് ടു ബി അറ്റ് ദ സെൻറ്റർ ഓഫ് ദിസ് ക്യൂബ് എന്ന് പറയാം. അതാണ് ദാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും നിങ്ങളൊന്ന് നോട്ടിലേക്ക് എഴുതുക. നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ആ ഒരു പിക്ചറാണിത്, കണ്ടോ? 0.1 മീറ്റർ പിന്നെ സൈഡ് ലെങ്ത് ഉള്ളൊരു സ്ക്വയർ ആയിരുന്നു ഇതാ ഇത്. അതിനെ നമുക്ക് 0.1 മീറ്റർ എഡ്ജുള്ള ഒരു ക്യൂബിൻ്റെ 6 ഫേസുകളിൽ ഒന്നായി പരിഗണിച്ചൂടെ? അങ്ങനെ ഒരു ഫേസാണ് ഇതാ ഇത്. ഇതിൽ നിന്നും 0.05 മീറ്റർ എന്ന് വെച്ചാൽ 5 സെൻറ്റിമീറ്റർ എന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അത് മീറ്ററിലാക്കുമ്പോൾ 0.05 മീറ്റർ മുകളിൽ ഒരു പോയിന്റിലാണ് നമ്മുടെ ഈ ചാർജ് ഇരിക്കുന്നതെങ്കിൽ ഇതിപ്പോൾ ഒരു ക്യൂബാണ്. ആ ക്യൂബിൻ്റെ ഒത്ത സെൻറ്ററിലല്ലേ ഈ ചാർജ് അപ്പോൾ ഇരിക്കുന്നത്, ശരിയല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഉപയോഗിക്കാം ഇവിടെ? ഇനി നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? അവർ തന്നിരിക്കുന്ന ഹിൻഡ് വെച്ച് കണ്ടുപിടിച്ചാൽ പോരെ? എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഈ ചാർജ് ഈ ക്യൂബിനകത്തിരിക്കുന്നു. ഈ ക്യൂബിലൂടെ പോകുന്ന എൻറ്റയർ ഫ്ലക്സ്, ഈ ചാർജ് കാരണമുള്ള ഫീൽഡ് ഈ ക്യൂബിലൂടെ പോവുകയാണ്. അപ്പോൾ ഉള്ള എൻറ്റയർ ഫ്ലക്സ് നിങ്ങൾക്ക് ഗോസസ് ലോയിലൂടെ കണ്ടുപിടിക്കാം. ആ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ 6 ഫേസുകളിലും കൂടി കടന്നു പോവുകയാണ്. നമുക്കിപ്പോൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഒരു ഫേസിൽ കൂടി കടന്നു പോകുന്ന ഫ്ലക്സ് കണ്ടുപിടിച്ചാൽ മതി. കാരണം നമുക്ക് ഒരു സ്ക്വയർ ആണുള്ളത്, അത് ഈ 6 ഫേസുകളിൽ ഒന്നാണ്, ശരിയല്ലേ? അപ്പോൾ ടോട്ടൽ ഫ്ലക്സിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കാം? ദ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദ ക്യൂബ്. ക്യൂബ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു എൻക്ലോസ്ഡ് സർഫസ് അല്ലേ? അത് എൻക്ലോസ് ചെയ്യുന്ന ചാർജ് ഇതല്ലേ? അപ്പോൾ Q/ε0 അല്ലേ ഫ്ലക്സ് ഗോസസ് ലോ പ്രകാരം? Q/ε0. അപ്പോൾ നമുക്ക് ദ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സോ 1/6 ഇൻറ്റു തന്നിരിക്കുന്ന ചാർജ് 10 × 10⁻⁻⁶ കൂളമാണ്, മൈക്രോ കൂളമാണ്, അത് കൂളമാക്കുക, ഡിവൈഡഡ് ബൈ ε0 8.85 × 10⁻12 ആണ്. ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടും 1.88 × 10⁵ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം. ഓക്കെ, ഫ്ലക്സ് ആണ്. ഫ്ലക്സിൻ്റെ യൂണിറ്റ് നിങ്ങൾക്കറിയാം. എന്താണ് ഫ്ലക്സിൻ്റെ യൂണിറ്റ്? ES cos θ അല്ലേ? ഫ്ലക്സിൻ്റെ യൂണിറ്റ് അത് ഫോർമുലയാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഏരിയയാണ്. മനസ്സിലായില്ലേ? ഇലക്ട്രിക് ഫീൽഡിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ കൂളമാണ്, ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. ഇതാണ് ഫ്ലക്സിൻ്റെ യൂണിറ്റ്. തെറ്റരുത്, പരീക്ഷയ്ക്ക് ചോദിക്കും ഫ്ലക്സിൻ്റെ യൂണിറ്റ്, അതിൻ്റെ ഡയമെൻഷനെ കണ്ടുപിടിക്കാൻ ചോദിക്കും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? ഇത് എഴുതുക, നിങ്ങളുടെ നോട്ടിലേക്ക് എഴുതുക. ഈ റീസണിങ് മനസ്സിലാക്കുക. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എൻട്രൻസിനൊക്കെ വരും. ഓക്കെ, നിങ്ങളുടെ എക്സാമിനും വരും. NCR നമ്മുടെ CBSEയുടെ അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ ഒക്കെ എക്സാമിനും വരും. വന്ന് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി അടുത്ത വീഡിയോയിൽ നോക്കാം. ഇത് വൃത്തിയായിട്ട് എഴുതുക. അടുത്ത വീഡിയോയിൽ നമുക്ക് 19th അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ശരി. അപ്പോൾ അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 19ലേക്ക് പോവുകയാണ്. ക്വസ്റ്റ്യൻ വായിക്കുകയാണ്. എ പോയിന്റ് ചാർജ് ഓഫ് 2 മൈക്രോകൂളം is at the center of a cubic Gaussian surface 9 cm on edge. What is the net flux through the surface? സിറ്റുവേഷൻ ഇമാജിൻ ചെയ്ത് നോക്കൂ. നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇവിടെ എഡ്ജ് മാറുന്നേ ഉള്ളൂ. എന്താണ് ഇവിടെ നോക്കുക? മുമ്പേ പറഞ്ഞ പ്രോബ്ലം പോലെ ചെയ്യണം എന്നല്ല, സിറ്റുവേഷൻ അതാണ്. 9 സെന്റിമീറ്റർ എഡ്ജുള്ള ഒരു ക്യൂബ്, ഈ ഒരു ക്യൂബ്, ഇതിന്റെ സെന്ററിൽ 2 മൈക്രോകൂളം ചാർജ് ഇരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ. എങ്കിൽ ഈ സർഫസിലൂടെ എല്ലാമുള്ള ടോട്ടൽ ഫ്ലക്സ്, നെറ്റ് ഫ്ലക്സ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. നെറ്റ് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഒരു സർഫസിൽ കൂടെ ഉള്ളതല്ല. ഒരു സർഫസ് എന്ന് പറഞ്ഞാൽ ഈ സ്ക്വയർ ആണ്, അത് 1/6 ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ഇലക്ട്രിക് ഫ്ലക്സ് ആണ് ത്രൂ ദ ക്യൂബ്. അത് എത്രയാണ്? Q/ε0. നമുക്ക് ഈ 9 സെന്റിമീറ്റർ എവിടെയെങ്കിലും എടുത്ത് പ്രയോഗിക്കണം എന്നൊക്കെ തോന്നും. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. വളരെ സിമ്പിൾ ആയിട്ട് ഉത്തരം കിട്ടുന്നതാണ്. 5 = Q/ε0. Q എത്രയാണ്? 2 × 10⁻⁻6 കൂളമാക്കുക, ഡിവൈഡഡ് ബൈ ε0 8.85 × 10⁻12 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2.26 × 10⁵ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം എന്ന് കിട്ടും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇനി നേരെ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 20ലേക്ക് പോവുകയാണ്. എ പോയിന്റ് ചാർജ് കോസസ് ആൻ ഇലക്ട്രിക് ഫ്ലക്സ് ഓഫ് -1.0 × 10⁻³ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ
per coulomb to pass through a spherical Gaussian surface of 10 cm radius centered on the charge. അപ്പോ നമുക്ക് ഉള്ളത് എന്താണ്? ഒരു ചാർജ് ഇതാ ഇവിടെ ഉണ്ട്. ആ ചാർജ് കാരണം ഫീൽഡ് ഉണ്ടാവുന്നുണ്ട്, ശരിയല്ലേ? പോയിന്റ് ചാർജ് ആണ്. അപ്പൊ ഈ പോയിന്റ് ചാർജിന് ചുറ്റും ഒരു സ്പെറിക്കൽ ഗോഷ്യൻ സർഫസ് നിങ്ങൾ ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ ആ സ്പെറിക്കൽ ഗോഷ്യൻ സർഫസ് ദാ ഇങ്ങനെ ഇരിക്കും. ആ സ്പെറിക്കൽ ഗോഷ്യൻ സർഫസിന്റെ റേഡിയസ് 10 സെന്റിമീറ്റർ ആണ്. അങ്ങനെയുള്ള സ്പെറിക്കൽ ഗോഷ്യൻ സർഫസിലൂടെ ഇലക്ട്രിക് ഫ്ലക്സ് കടന്നു പോവുകയാണ്, ശരിയല്ലേ? അങ്ങനെയല്ലേ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? ആ ഇലക്ട്രിക് ഫ്ലക്സ് എത്രയാണ്? -1.0 ഇൻറ്റു 10 ക്യൂബ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം ആണ്. ഫ്ലക്സ് സ്കെയിലാർ ആണ്, നെഗറ്റീവും ആകാം. മനസ്സിലായില്ലേ? നെഗറ്റീവ് ഫ്ലക്സ് എങ്ങനെയാണ് വരുന്ന? നെഗറ്റീവ് ചാർജ് കാരണം. അല്ലെങ്കിൽ ഈ ഇലക്ട്രിക് ഫീൽഡും പിന്നെ എന്താണ് നമ്മുടെ ഏരിയയും തമ്മിലുള്ള ആംഗിൾ 180 ഡിഗ്രി ആകുമ്പോൾ അതെങ്ങനെയാണ് 180 ഡിഗ്രി ആകുന്നത്? ഫ്ലക്സ് വന്ന് ചേരുമ്പോൾ നോക്കുക. ഇപ്പം ഈ ഒരു ചാർജ് തന്നെ എടുക്കാം. ഇതൊരു നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും. പക്ഷേ ഏരിയയുടെ ഡയറക്ഷൻ നോക്ക്, ഇങ്ങനെയായിരിക്കും. ഔട്ട്വേർഡ് നോർമലാണ്. അപ്പൊ രണ്ടും തമ്മിലുള്ള ആംഗിൾ 180 ഡിഗ്രി ആണ്. അപ്പോൾ ഫ്ലക്സ് നെഗറ്റീവ് ആണ്. എന്ന് വെച്ചാൽ നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ നെഗറ്റീവ് ഫ്ലക്സ് ആണ് സിറ്റുവേഷനിൽ. ഇനി അപ്പൊ ഈ സിറ്റുവേഷൻ മനസ്സിലായല്ലോ. എ പാർട്ട് നമ്മൾ നോക്കുന്നു. ഇഫ് ദ റേഡിയസ് ഓഫ് ദ ഗോഷ്യൻ സർഫസ് വെയർ ഡബിൾഡ്, ഹൗ മച്ച് ഫ്ലക്സ് വുഡ് പാസ് ത്രൂ ദ സർഫസ്? ഈ ഗോഷ്യൻ സർഫസിന്റെ റേഡിയസ് ഡബിൾ ചെയ്താൽ, അതായത് 10 സെന്റിമീറ്റർ എന്നത് 20 സെന്റിമീറ്റർ ആക്കിയാൽ ഈ സർഫസിൽ കൂടി പാസ് ചെയ്യുന്ന ഫ്ലക്സിന്റെ എമൗണ്ട് എത്രയായിരിക്കും എന്നാണ്. ഇനി രണ്ടാമത്തെ ബി പാർട്ട് എന്താണ്? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദ പോയിന്റ് ചാർജ്? ഈ പോയിന്റ് ചാർജിന്റെ വാല്യൂ എത്രയാണ്? നമുക്ക് ഫ്ലക്സ് ഉണ്ട്, അതുപോലെ ഇതിന്റെ റേഡിയസും ഉണ്ട്. അതൊക്കെ ഉപയോഗിക്കണമെന്നൊക്കെ നമുക്ക് എന്താണ് ചെയ്ത് നോക്കുമ്പോഴേ അറിയാവുള്ളൂ, അല്ലേ? ആലോചിക്കുക നിങ്ങൾ. നമ്മൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ മാത്രമേ തിയറി ക്ലിയർ ആവൂ എന്ന് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ നോക്കൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഗോഷ്യൻ സർഫസിന്റെ റേഡിയസ് ഡബിൾ ചെയ്താൽ 10 എന്നത് 20 ആക്കിയാൽ ഇതിൽ കൂടി പോകുന്ന ഫ്ലക്സിന്റെ അളവ് എത്രയായിരിക്കും എന്നാണ്. നിങ്ങൾ നോക്കൂ, ഒരു സർഫസ് എൻക്ലോസ് ചെയ്യുകയാണ് ഒരു ചാർജിനെ. അതിൽ കൂടി കടന്നു പോകുന്ന ഫ്ലക്സിന്റെ ഇക്വേഷൻ എന്താണ്? ഗോസസ് ലോ പ്രകാരം Q/ε0 ആണ്. ഇതിലെവിടെയാണ് ആ ഗോഷ്യൻ സർഫസിന്റെ എന്തെങ്കിലും പാരാമീറ്റർ ഉള്ളത്? സ്പെറിക്കൽ ഗോഷ്യൻ സർഫസ് ആണെങ്കിൽ അതിന്റെ റേഡിയസ് ഉണ്ടോ? ഇല്ല. ഇവിടെ ഫ്ലക്സിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് ആര് മാത്രമേ ഉള്ളൂ? എൻക്ലോസ് ചെയ്യപ്പെടുന്ന സർഫസിനകത്തുള്ള നെറ്റ് ചാർജ് മാത്രമാണ് ഫ്ലക്സിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അവിടെ ഗോഷ്യൻ സർഫസിന്റെ പ്രത്യേകതകളൊന്നും കടന്നു വരുന്നില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്താണ്? റേഡിയസ് 10 ആക്കിയാലും 20 ആക്കിയാലും 30 ആക്കിയാലും പോകുന്ന ഫ്ലക്സിന്റെ അളവ് സെയിം തന്നെയായിരിക്കും. കാര്യം അത് തീരുമാനിക്കുന്നയാള് ഇവിടെയുള്ള ഈ ചാർജാണ്. മനസ്സിലായില്ലേ? അപ്പോ ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ എന്താണ്? ദ ഇലക്ട്രിക് ഫ്ലക്സ് വുഡ് റിമെയിൻ അൺചേഞ്ച്ഡ്. ദാറ്റ് ഈസ് -1.0 ഇൻറ്റു 10 ക്യൂബ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം തന്നെയാണ്. This is because in both the cases the same charge is enclosed by the Gaussian surface. കാര്യം ഈ രണ്ട് കേസിലും എൻക്ലോസ് ചെയ്യുന്ന ചാർജിന്റെ അളവ് മാറുന്നില്ലല്ലോ. അത് ഈ പോയിന്റ് ചാർജ് തന്നെയായി നിൽക്കുന്നു. അപ്പോൾ ഫ്ലക്സിന്റെ അളവും എന്ത് ചെയ്യില്ല? മാറില്ല. ഇനി ബി പാർട്ട്, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദ പോയിന്റ് ചാർജ്? ഈ പോയിന്റ് ചാർജിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? ഗോസസ് ലോ എന്ന് കണ്ടുപിടിച്ചൂടെ? ഗോസസ് ലോ എന്താണ് പറയുന്നത്? ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു Q/ε0. അപ്പൊ Q കണ്ടുപിടിച്ചിട്ട് എൻക്ലോസ് ചെയ്യുന്ന ചാർജ് ε0 ഇൻറ്റു 5. ε0യുടെ വാല്യൂ അറിയാം 8.85 ഇൻറ്റു 10⁻⁻12 ഇൻറ്റു ഫ്ലക്സിന്റെ വാല്യൂ എത്ര? -1.0 ഇൻറ്റു 10 ക്യൂബ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര? -8.85 ഇൻറ്റു 10⁻⁹ എന്ന് വെച്ചാൽ ഇത് നാനോ കൂളംബ് ആണ്. നിങ്ങൾക്കറിയാം നാനോമീറ്റർ എന്നൊക്കെ പറയില്ലേ? അപ്പൊ ഇത് -8.85 നാനോ കൂളോം ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത്ര എന്ത് ചെയ്യുക? നിങ്ങൾ വ്യക്തമായി പഠിച്ചിട്ട് നിങ്ങളുടെ നോട്ടിലേക്ക് എഴുതുക. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 21 ആണ്. A conducting sphere of radius 10 cm has an unknown charge. If the electric field 20 cm from the center of the sphere is 1.5 into 10⁻³ Newton per coulomb and points radially inward, what is the net charge on the sphere? ചെയ്യാമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു കണ്ടക്ടിങ് സ്പിയർ ആണ്, അതിന്റെ റേഡിയസ് 10 സെന്റിമീറ്റർ ആണ്. ഓക്കെ, കണ്ടക്ടിങ് സ്പിയർ ആണ്. ഇതാണ് നമ്മുടെ സ്പിയർ. ഇതിന്റെ റേഡിയസ് എത്രയാണ്? 10 സെന്റിമീറ്റർ ആണ്. എന്ന് വെച്ചാൽ ഇതാ നോക്കൂ, ക്യാപിറ്റൽ R അതിന്റെ റേഡിയസ് ആയി പരിഗണിച്ചാൽ അത് 10 സെന്റിമീറ്റർ ആണ്. 0.1 മീറ്റർ എന്ന് നമുക്ക് പറയാം. ഈ സ്പിയറിന്റെ സെന്ററിൽ നിന്നും 20 സെന്റിമീറ്റർ
അകലെയുള്ള ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് 1.5 × 10⁻³ ന്യൂട്ടൺ പെർ കൂളോം ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഈ സ്പിയറിന്റെ സെന്ററിൽ നിന്നും 20 സെന്റിമീറ്റർ അകലെയുള്ള ഒരു പോയിന്റ് നോക്കിയേ. 20 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ സ്പിയറിന്റെ റേഡിയസ് 10 സെന്റിമീറ്റർ ആണ്. ഇത്രയും പിന്നെ ഒരു 10 സെന്റിമീറ്ററും കൂടി. അപ്പോൾ സ്പിയറിന് പുറത്തുള്ള ഒരു പോയിന്റ് ആണ് 20 സെന്റിമീറ്റർ അകലെയുള്ള ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1.5 × 10⁻³ ന്യൂട്ടൺ പെർ കൂളോം. പോയിന്റ്സ് റേഡിയലി ഇൻവേർഡ് എന്നാണ്. എന്ന് വെച്ചാൽ സ്പിയറിന് അകത്തേക്ക് ഇങ്ങോട്ടാണ്. റേഡിയലി ഇൻവേർഡ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? നെഗറ്റീവ് ചാർജ് ആണ് ഉള്ളതെന്നാണ്. മനസ്സിലായില്ലേ? പോസിറ്റീവ് ചാർജ് ആണെങ്കിലോ റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കില്ലേ? അപ്പോൾ ഈ ഡിസ്റ്റൻസിനെ നമ്മൾ സ്മോൾ ആർ എന്ന് വിളിക്കുകയാണ്. അത് എത്രയാണ്? 20 സെന്റിമീറ്റർ അല്ലെങ്കിൽ 0.20 മീറ്റർ. ഇലക്ട്രിക് ഫീൽഡ് E = എത്ര? 1.5 × 10³ ന്യൂട്ടൺ പെർ കൂളോം ആണ്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഈ സ്പിയറിലെ നെറ്റ് ചാർജ് എത്രയാണെന്നാണ്. എങ്ങനെ കണ്ടുപിടിക്കും? എങ്ങനെയാണ്? നമുക്ക് ഗോസസ് ലോ ഉപയോഗിച്ചൂടെ? ഗോസസ് ലോ ഉപയോഗിക്കണോ? അതോ ഗോസസ് ലോ ഉപയോഗിക്കേണ്ട കാര്യമൊന്നുമില്ല, എളുപ്പമല്ലേ? അല്ലാതെ രീതിയിൽ തന്നെ കണ്ടുപിടിക്കാം. നോക്കൂ, ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്താണ്? 1/4πε0 Q/r². ഇനി ഇങ്ങനെയുള്ള കേസിന്റെ പ്രത്യേകത എന്താണ്? സെന്ററിൽ നിന്നും ഒരു നിശ്ചിത ദൂരം അകലെയുള്ള പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഈ സ്പിയർ ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതിന്റെ എൻറ്റയർ ചാർജ് ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു എന്ന രീതിയിലാണ് സ്പിയർ ബിഹേവ് ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ മുമ്പേ പഠിച്ചതാണ്. അതിനർത്ഥം ഈ ഒത്ത സെന്ററിൽ ഈ സ്പിയറിന്റെ ടോട്ടൽ ചാർജും ഈ ഒത്ത സെന്ററിൽ ഒരു പോയിന്റ് ചാർജ് ആയി ഇരിക്കുന്നു എന്ന രീതിയിലാണ് സ്പിയർ ബിഹേവ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്കറിയാം, ഒരു പോയിന്റ് ചാർജ് കാരണമുള്ള അതിന്റെ ആ പോയിന്റ് ചാർജിൽ നിന്നും r ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം. 1/4πε0 Q/r². നമ്മൾ ഇതിന് എന്താ കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഈസ് ദ നെറ്റ് ചാർജ് ഓൺ ദ സ്പിയർ? നെറ്റ് ചാർജ് ഓൺ ദ സ്പിയറിലെ Q. അതാ നേരെ 4πε0 ഇങ്ങോട്ട് കൊണ്ടുവരിക, r² ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ Q കിട്ടൂലേ? ഫ്ലക്സ് എന്താണ്? ഞാൻ ഹാങ് ഓവറിൽ പറഞ്ഞതാണ്. നമ്മൾ മുമ്പേ ചെയ്ത പ്രോബ്ലംസിന്റെ ഹാങ് ഓവറിലാണ് ഫ്ലക്സ് എന്നുള്ള രീതിയിലേക്ക് വന്നത്. ഫ്ലക്സിന്റെ ഒന്നും ഒരാവശ്യമില്ല. നമുക്കിതാ ഇലക്ട്രിക് ഫീൽഡ് സിമ്പിളായി കണ്ടുപിടിച്ചൂടെ? ഇതിൽ നിന്ന് ഇങ്ങനെ, ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ. അതിൽ നിന്ന് ചാർജ് സിമ്പിളായി കണ്ടുപിടിച്ചൂടെ? ഇങ്ങനെയാണ് 4πε0 × r² × E. ഓക്കെ, ഇവിടെ ഫീൽഡ് ഇൻവേർഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ എന്നതിനെ ഫീൽഡ് ഇൻവേർഡ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലായിക്കൊള്ളണം, ചാർജ് നെഗറ്റീവ് ആണ്. അപ്പോൾ ഓൾറെഡി ഒരു നെഗറ്റീവ് കൊടുത്തോ. ഇപ്പൊ നിങ്ങൾ മൾട്ടിപ്പിൾ ചോയ്സ് ആണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഈ ആൻസറും കാണും, മൈനസ് ഈ ആൻസറും കാണും. ഉത്തരം ഏതാണ്? മൈനസ് ആണ്. കാര്യം എന്താണ്? ഫീൽഡ് ഇൻവേർഡ് ആണെന്ന് പറഞ്ഞാൽ ചാർജ് നെഗറ്റീവ് ആയിരിക്കും. ഇനി 4πε0 വാല്യൂ എത്രയുണ്ട്? 1/9 × 10⁻৯ ആണ്. കാര്യം 1/4πε0 വാല്യൂ ആണ് 9 × 10⁻9. അപ്പോ 4πε0 വാല്യൂ എത്രയാണ്? 1/9 × 10⁻9 ഇൻറ്റു r². r എന്ന് പറഞ്ഞാൽ ദാ നമ്മുടെ ഈ സെന്റർ മുതൽ ഇവിടെ വരെയുള്ള ദൂരമാണ്. ഇതിന്റെ റേഡിയസ് അല്ല. സെന്റർ മുതൽ ഇവിടെ വരെയുള്ള ദൂരം എത്രയാണ്? 0.2 മീറ്റർ. അപ്പൊ 0.20 സ്ക്വയർ അല്ലേ? അപ്പൊ 0.20 × 0.20 ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ് എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? 1.5 × 10³ ഇതാ എല്ലാം കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ആൻസർ കിട്ടും. -6.67 നാനോ കൂളോം എന്ന് കിട്ടും. ഓക്കെ, ഇത് മൾട്ടിപ്പിൾ ചോയ്സ് ചോദിച്ചാൽ ഇത് മൈനസും പ്ലസും കാണും. തിരിഞ്ഞു പോകരുത്. എൻട്രൻസിന് ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഓക്കെ, ഇത്ര എന്ത് ചെയ്യുക? വ്യക്തമായി പഠിച്ചിട്ട് നിങ്ങളുടെ നോട്ടിലേക്ക് എഴുതുക. വളരെ വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യനുകളിൽ ഒന്നാണ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 22. A uniformly charged conducting sphere of 2.4 meter diameter has a surface charge density 80 microcoulomb per meter square. ഓക്കെ, അപ്പോൾ ഒരു യൂണിഫോംലി ചാർജ്ഡ് കണ്ടക്ടിങ് സ്പിയർ ആണ്. അതിന്റെ ഡയാമീറ്റർ 2.4 മീറ്റർ ആണ്. സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ എന്നത് 80 മൈക്രോകൂളം പെർ മീറ്റർ സ്ക്വയർ ആണ്. അല്ലെങ്കിൽ 80 × 10⁻⁻6 കൂളോം പെർ മീറ്റർ സ്ക്വയർ ആണ്. അതൊക്കെ നോക്കിക്കൊള്ളണം. നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ് ഫൈൻഡ് ദ ചാർജ് ഓൺ ദ സ്പിയർ. എ പാർട്ട്. ബി പാർട്ട് എന്താണ്? വാട്ട് ഈസ് ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ലീവിംഗ് ദ സർഫസ് ഓഫ് ദ സ്പിയർ. ഈ സ്പിയറിന്റെ സർഫസിൽ നിന്നും ലീവ് ചെയ്യുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. എളുപ്പമല്ലേ? ഡയമീറ്റർ എത്ര എന്നാണ് തന്നിരിക്കുന്നത്? 2.4 മീറ്റർ. അപ്പൊ റേഡിയസ് എത്ര? 1.2 മീറ്റർ. സിഗ്മ 80 × 10⁻⁻6 കൂളോം പെർ മീറ്റർ സ്ക്വയർ.
നമുക്ക് ആദ്യം ചാർജ് കണ്ടുപിടിക്കണം. നിങ്ങൾക്കറിയാം സിഗ്മ എന്ന് പറഞ്ഞാൽ സർഫസ് ചാർജ് ഡെൻസിറ്റിയാണ്. എന്ന് വെച്ചാൽ ചാർജ് ടോട്ടൽ ചാർജ് ഡിവൈഡഡ് ബൈ ഏരിയ. സിഗ്മ ഈക്വൽ ടു ടോട്ടൽ ചാർജ് ഡിവൈഡ് ബൈ ഏരിയ, ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ഏരിയ എന്ന് പറഞ്ഞാൽ സ്പിയറിന്റെ സർഫസ് ഏരിയ ആണ്. സ്പിയറിന്റെ റേഡിയസ് r ആണെങ്കിൽ 4πr² ആണ്, ശരിയല്ലേ? അപ്പൊ ഇതിൽ നിന്ന് ക്യൂ കണ്ടുപിടിച്ചൂടെ? ക്യൂ അല്ലേ കണ്ടുപിടിക്കേണ്ട എ പാർട്ട്. ഫൈൻഡ് ദ ചാർജ് ഓൺ ദ സ്പിയർ ക്യൂ. ക്യൂ ഈസ് ഈക്വൽ ടു 4πr² ഇൻറ്റു സിഗ്മ. സിഗ്മ ഇൻറ്റു 4πr². സിഗ്മ എത്ര? 80 ഇൻറ്റു 10⁻⁶ ഇൻറ്റു 4 ഇൻറ്റു 22/7 ഇൻറ്റു r 1.2 ആണ് അതിന്റെ സ്ക്വയർ. അപ്പൊ ചെയ്യുമ്പോൾ 1.45 ഇൻറ്റു 10⁻³ കൂളോം എന്ന് കിട്ടും. അല്ലെങ്കിൽ 1.45 ഇതിനെ എന്ത് വിളിക്കാം? മില്ലി കൂളോം എന്ന് വിളിക്കാം. മില്ലി കൂളോം. ഓക്കെ, മൈക്രോ കൂളോം എന്ന് പറഞ്ഞാൽ 10⁻⁶ ആണ്. ഇത് മില്ലി കൂളോം ആണ്, 10⁻³ ഓക്കെ. ഇനി ബി പാർട്ട് കണ്ടുപിടിച്ചൂടെ? വാട്ട് ഈസ് ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ലീവിംഗ് ദ സർഫസ് ഓഫ് ദ സ്പിയർ? സ്പിയറിന്റെ ടോട്ടൽ ചാർജ് ക്യൂ ആണെങ്കിൽ ഫ്ലക്സ് കണ്ടുപിടിച്ചൂടെ? ക്യൂ ബൈ ε0. ക്യൂ എത്ര? 1.45 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ എത്ര? ε0യുടെ വാല്യൂ 8.85 ഇൻറ്റു 10⁻12. ആൻസർ 1.6 ഇൻറ്റു 10⁸ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളോം എന്ന് കിട്ടും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് 22. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 23ലേക്ക് പോകുന്നു. ആൻ ഇൻഫിനിറ്റ് ലൈൻ ചാർജ്. അത് ഓർക്കുക, നമ്മൾ ഇൻഫിനിറ്റ് ലൈൻ ചാർജിനെ കുറിച്ച് പഠിച്ചില്ലേ? ഗോസസ് ലോയുടെ ആപ്ലിക്കേഷൻസിൽ ഫസ്റ്റ് നമ്മൾ പഠിച്ച അതാണ്. ആൻ ഇൻഫിനിറ്റ് ലൈൻ ചാർജ് പ്രൊഡ്യൂസസ് എ ഫീൽഡ് ഓഫ് 9 ഇൻറ്റു 10⁻⁴ ന്യൂട്ടൺ പെർ കൂളോം അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 2 സെന്റിമീറ്റർ. അപ്പോൾ ഇൻഫിനിറ്റ് ലൈൻ ചാർജിൽ നിന്നും 2 സെന്റിമീറ്റർ അകലെയുള്ള ഒരു പോയിന്റിൽ ഈ ലൈൻ ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 9 ഇൻറ്റു 10⁻⁴ ന്യൂട്ടൺ പെർ കൂളോം. ഇതിന്റെ ഈ ലീനിയർ ചാർജ് ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേറ്റ് ദ ലീനിയർ ചാർജ് ഡെൻസിറ്റി. ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്താണ്? E ഈക്വൽ ടു, ഓർക്കുക ഇക്വേഷൻ എന്താണ് പറഞ്ഞത്? λ/2πε0r. ശരിയല്ലേ? അപ്പൊ ഇതിൽ നിന്ന് ലാംഡ കണ്ടുപിടിച്ചൂടെ? ഇനി ഈ 2πε0യെ 4πε0 ആയിരുന്നു എങ്കിൽ നമുക്ക് 9 ഇൻറ്റു 10⁻⁹ ഉപയോഗിച്ച് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിനെ 4 ആക്കാൻ വേണ്ടി മുകളിലും താഴെ ഒരു 2 മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ 2 λ ഡിവൈഡഡ് ബൈ 4πε0r. ഇതെന്തുകൊണ്ടാണ് 2 മൾട്ടിപ്ലൈ ചെയ്തെന്ന് വെച്ചാൽ കാൽക്കുലേഷൻസ് എളുപ്പമാക്കാൻ വേണ്ടിയാണ്. ഇല്ലെങ്കിൽ നമുക്ക് 2πയുടെ വാല്യൂ ε0യുടെ വാല്യൂ പ്രത്യേകം കൊടുത്തിട്ട് വേണം ചെയ്യാൻ. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെയുള്ള ഷോർട്ട് കട്ടുകളൊക്കെ ചെയ്ത് ശീലിക്കുക. അപ്പൊ E is equal to λ/2πε0r, that is equal to 2 λ/4πε0r. അപ്പൊ ലാംഡ കണ്ടുപിടിച്ചൂടെ? ഇതിന്ന് E ഇൻറ്റു 4πε0. ഈ 4πε0r മോളിൽ പോകുന്നു, 2 താഴെ വരുന്നു. ഇതാ ലാംഡ കിട്ടി. ലാംഡ അല്ലേ കണ്ടുപിടിക്കേണ്ടത്? ലീനിയർ ചാർജ് ഡെൻസിറ്റി. അപ്പൊ ലാംഡ ഈക്വൽ E എത്ര? ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ട് 9 ഇൻറ്റു 10⁻⁴ ഇൻറ്റു 4πε0യുടെ വാല്യൂ എത്ര? 1/10⁻9 ഇൻറ്റു 10⁻9. 1/4πε0യുടെ വാല്യൂ ആണ് 9 ഇൻറ്റു 10⁻9. അപ്പൊ 4πε0യുടെ വാല്യൂ 1/9 ഇൻറ്റു 10⁻9 ഇൻറ്റു റേഡിയസ് എത്ര? 0.02. പിന്നെ ഇവിടെ ഒരു 2 ഉണ്ട്. ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതാ ഫൈനൽ ആൻസർ 10⁻⁻7 കൂളോം പെർ മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ പറഞ്ഞത്. ഓക്കെ, അപ്പൊ അത് 2 നിങ്ങളുടെ നോട്ടിലേക്ക് എഴുതുക. ഇതിന്റെ ഫൈനൽ ആൻസർ 23യുടെ ഫൈനൽ ആൻസർ ഇതാണ്, 10⁻⁻7 കൂളോം പെർ മീറ്റർ ആണ്. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 22. A uniformly charged conducting sphere of 2.4 meter diameter has a surface charge density 80 microcoulomb per meter square. ഓക്കെ, അപ്പോൾ ഒരു യൂണിഫോംലി ചാർജ്ഡ് കണ്ടക്ടിങ് സ്പിയർ ആണ്. അതിന്റെ ഡയാമീറ്റർ 2.4 മീറ്റർ ആണ്. സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ എന്നത് 80 മൈക്രോകൂളം പെർ മീറ്റർ സ്ക്വയർ ആണ്, അല്ലെങ്കിൽ 80 ഇൻറ്റു 10⁻⁻6 കൂളോം പെർ മീറ്റർ സ്ക്വയർ ആണ്. അതൊക്കെ നോക്കിയോളണം. നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ് ഫൈൻഡ് ദ ചാർജ് ഓൺ ദ സ്പിയർ. എ പാർട്ട്. ബി പാർട്ട് എന്താണ്? വാട്ട് ഈസ് ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ലീവിംഗ് ദ സർഫസ് ഓഫ് ദ സ്പിയർ. ഈ സ്പിയറിന്റെ സർഫസിൽ നിന്നും ലീവ് ചെയ്യുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. എളുപ്പമല്ലേ? ഡയമീറ്റർ എത്ര എന്നാണ് തന്നിരിക്കുന്നത്? 2.4 മീറ്റർ. അപ്പൊ റേഡിയസ് എത്ര? 1.2 മീറ്റർ. സിഗ്മ 80 ഇൻറ്റു 10⁻⁶ കൂളോം പെർ മീറ്റർ സ്ക്വയർ. നമുക്ക് ആദ്യം ചാർജ് കണ്ടുപിടിക്കണം. നിങ്ങൾക്കറിയാം സിഗ്മ എന്ന് പറഞ്ഞാൽ സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ്. എന്ന് വെച്ചാൽ ചാർജ് ടോട്ടൽ ചാർജ് ഡിവൈഡഡ് ബൈ ഏരിയ. സിഗ്മ ഈക്വൽ ടു ടോട്ടൽ ചാർജ് ഡിവൈഡ് ബൈ ഏരിയ, ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ഏരിയ എന്ന് പറഞ്ഞാൽ സ്പിയറിന്റെ സർഫസ് ഏരിയ ആണ്. സ്പിയറിന്റെ റേഡിയസ് r ആണെങ്കിൽ 4πr² ആണ്. ശരിയല്ലേ? അപ്പൊ ഇതിൽ നിന്ന് ക്യൂ കണ്ടുപിടിച്ചൂടെ? ക്യൂ അല്ലേ കണ്ടുപിടിക്കേണ്ട എ പാർട്ട്. ഫൈൻഡ് ദ ചാർജ് ഓൺ ദ സ്പിയർ ക്യൂ. ക്യൂ ഈസ് ഈക്വൽ ടു 4πr² ഇൻറ്റു സിഗ്മ. സിഗ്മ ഇൻറ്റു 4πr². സിഗ്മ എത്ര? 80 ഇൻറ്റു 10⁻⁶ ഇൻറ്റു 4 ഇൻറ്റു 22/7 ഇൻറ്റു r 1.2 ആണ് അതിന്റെ സ്ക്വയർ. അപ്പൊ ചെയ്യുമ്പോൾ 1.45 ഇൻറ്റു 10⁻³ കൂളോം എന്ന് കിട്ടും.
അല്ലെങ്കിൽ 1.45. ഇതിനെ എന്ത് വിളിക്കാം? മില്ലി കൂളോം എന്ന് വിളിക്കാം. മില്ലി കൂളോം. ഓക്കെ, മൈക്രോ കൂളോം എന്ന് പറഞ്ഞാൽ 10⁻⁻6 ആണ്. ഇത് മില്ലി കൂളമാണ്, 10⁻³ ഓക്കെ. ഇനി ബി പാർട്ട് കണ്ടുപിടിച്ചൂടെ? വാട്ട് ഈസ് ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ലീവിംഗ് ദ സർഫസ് ഓഫ് ദ സ്പിയർ? സ്പിയറിന്റെ ടോട്ടൽ ചാർജ് Q ആണെങ്കിൽ ഫ്ലക്സ് കണ്ടുപിടിച്ചൂടെ? Q/ε0. Q എത്ര? 1.45 × 10⁻³ ഡിവൈഡഡ് ബൈ എത്ര? ε0യുടെ വാല്യൂ 8.85 × 10⁻12. ആൻസർ 1.6 × 10⁸ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളോം എന്ന് കിട്ടും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 22. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 23ലേക്ക് പോകുന്നു. ആൻ ഇൻഫിനിറ്റ് ലൈൻ ചാർജ്. അത് ഓർക്കുക, നമ്മൾ ഇൻഫിനിറ്റ് ലൈൻ ചാർജിനെ കുറിച്ച് പഠിച്ചില്ലേ? ഗോസ്സ് ലോയുടെ ആപ്ലിക്കേഷൻസിൽ ഫസ്റ്റ് നമ്മൾ പഠിച്ച അതാണ്. ആൻ ഇൻഫിനിറ്റ് ലൈൻ ചാർജ് പ്രൊഡ്യൂസസ് എ ഫീൽഡ് ഓഫ് 9 × 10⁻⁴ ന്യൂട്ടൺ പെർ കൂളോം അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 2 സെന്റിമീറ്റർ. അപ്പോൾ ഇൻഫിനിറ്റ് ലൈൻ ചാർജിൽ നിന്നും 2 സെന്റിമീറ്റർ അകലെയുള്ള ഒരു പോയിന്റിൽ ഈ ലൈൻ ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 9 × 10⁻⁴ ന്യൂട്ടൺ പെർ കൂളോം. ഇതിന്റെ ഈ ലീനിയർ ചാർജ് ഡെൻസിറ്റി കാൽക്കുലേറ്റ് ദ ലീനിയർ ചാർജ് ഡെൻസിറ്റി. ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്താണ്? E = ഓർക്കുക, ഇക്വേഷൻ എന്താണ് പറഞ്ഞത്? λ/2πε0r. ശരിയല്ലേ? അപ്പൊ ഇതിൽ നിന്ന് ലാംഡ കണ്ടുപിടിച്ചൂടെ? ഇനി ഈ 2πε0യെ 4πε0 ആയിരുന്നു എങ്കിൽ നമുക്ക് 9 × 10⁹ ഉപയോഗിച്ച് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിനെ 4 ആക്കാൻ വേണ്ടി മുകളിലും താഴെ ഒരു 2 മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ 2λ/4πε0r. ഇതെന്തുകൊണ്ടാണ് 2 മൾട്ടിപ്ലൈ എന്ന് ചോദിച്ചാൽ കാൽക്കുലേഷൻസ് എളുപ്പമാക്കാൻ വേണ്ടിയാണ്. ഇല്ലെങ്കിൽ നമുക്ക് 2πയുടെ വാല്യൂ ε0യുടെ വാല്യൂ പ്രത്യേകം കൊടുത്തിട്ട് വേണം ചെയ്യാൻ. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെയുള്ള ഷോർട്ട് കട്ടുകളൊക്കെ ചെയ്ത് ശീലിക്കുക. അപ്പൊ E = λ/2πε0r, ദാറ്റ് ഈസ് = 2λ/4πε0r. അപ്പൊ ലാംഡ കണ്ടുപിടിച്ചൂടെ? ഇതിന്ന് E × 4πε0. ദാ ഈ 4πε0r മോളിൽ പോകുന്നു, 2 താഴെ വരുന്നു. ദാ ലാംഡ കിട്ടി. ലാംഡ അല്ലേ കണ്ടുപിടിക്കേണ്ടത്? ലീനിയർ ചാർജ് ഡെൻസിറ്റി. അപ്പൊ ലാംഡ = E എത്ര? ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ട് 9 × 10⁻⁴ ഇൻറ്റു 4πε0യുടെ വാല്യൂ എത്ര? 1/10⁹ 9 × 10⁹. 1/4πε0യുടെ വാല്യൂ ആണ് 9 × 10⁹. അപ്പൊ 4πε0യുടെ വാല്യൂ 1/9 × 10⁹ ഇൻറ്റു റേഡിയസ് എത്ര? 0.02. പിന്നെ ഇവിടെ ഒരു 2 ഉണ്ട്. ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതാ ഫൈനൽ ആൻസർ 10⁻⁻7 കൂളോം പെർ മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ പറഞ്ഞത്. ഓക്കെ, അപ്പൊ അത് 2 നിങ്ങളുടെ നോട്ടിലേക്ക് എഴുതുക. ഇതിന്റെ ഫൈനൽ ആൻസർ 23യുടെ ഫൈനൽ ആൻസർ ഇതാണ്, 10⁻⁷ കൂളോം പെർ മീറ്റർ ആണ്. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. കുട്ടികളെ, നമ്മൾ അഡീഷണൽ എക്സസൈസസിലേക്ക് പോവുകയാണ്. അഡീഷണൽ എക്സസൈസസിൽ നിന്നും നമ്മൾ 2 ക്വസ്റ്റ്യൻസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ചാപ്റ്ററും കൂടി പഠിച്ചതിന് ശേഷം മാത്രമേ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ്, ബിയോണ്ട് ദ സ്കോപ്പ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അഡീഷണൽ എക്സസൈസസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് 25th ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നോക്കൂ, ക്വസ്റ്റ്യൻ വായിക്കുകയാണ്. ആൻ ഓയിൽ ഡ്രോപ്പ് ഓഫ് 12 excess electrons is held stationary under a constant electric field of 2.55 × 10⁻⁴ Newton per coulomb in Millikan's oil drop experiment. The density of the oil is 1.26 gram per centimeter cube. Estimate the radius of the drop. Millikan's oil drop experiment എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിന്റെ ചാർജ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി മില്ലിക്കൻ എന്ന സയന്റിസ്റ്റ് നടത്തിയ എക്സ്പെരിമെന്റ് ആണ് മില്ലിക്കൻസ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ്. ഇവിടെ അദ്ദേഹം ചെയ്തത്, അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ പ്രോബ്ലം ഡിമാൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഒരു കോൺസ്റ്റന്റ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. 2.55 × 10⁻⁴ ന്യൂട്ടൺ പെർ കൂളോം ആണ് അതിന്റെ വാല്യൂ. കോൺസ്റ്റന്റ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. അപ്പോൾ ഈ കോൺസ്റ്റന്റ് ഇലക്ട്രിക് ഫീൽഡില് ഒരു ഓയിൽ ഡ്രോപ്പിനെ ബാലൻസ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ബാലൻസ് ചെയ്ത് നിർത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഇതാണ് ഓയിൽ ഡ്രോപ്പ് എങ്കിൽ ഈ ഓയിൽ ഡ്രോപ്പിന്റെ പ്രത്യേകത എന്താണ്? ഇതിൽ 12 excess ഇലക്ട്രോൺസ് ഉണ്ട്. എക്സസ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമ്മുടെ ശരീരം, അല്ലെങ്കിൽ ഈ പേപ്പർ, അല്ലെങ്കിൽ ഈ പേന, ഇപ്പൊ നോക്കൂ, ഇതിൽ ചാർജ് ഇല്ല. എന്താ കാരണം? ചാർജ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചാർജ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എക്സസ് ചാർജ് ആണ്. ഇപ്പൊ ഈ പേനയിൽ ചാർജുകളുണ്ട്, പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് ഉണ്ട്. പക്ഷേ ഇത് വളരെ ബാലൻസ്ഡ് ആണ്. എത്ര എണ്ണം പോസിറ്റീവ് ചാർജ് ഉണ്ടോ അത്രയും നെഗറ്റീവ് ചാർജ് ഉണ്ട്. നമ്മുടെ ശരീരം അങ്ങനെ തന്നെയാണ്. എത്ര പോസിറ്റീവ് ചാർജുകൾ ഉണ്ടോ അത്രയും നെഗറ്റീവ് ചാർജുകൾ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ശരീരം ആസ് എ ഹോൾ ന്യൂട്രൽ ആയിരിക്കുന്നത്. എന്നാൽ ഈ എക്സസ് ചാർജുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ചാർജ്ഡ് ആകുന്നത്. എന്ന് വെച്ചാൽ ഈ ഓയിൽ ഡ്രോപ്പ് വെറുതെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ ചാർജ്, എക്സസ് ചാർജ് ഇല്ല. നമ്മൾ ഈ എക്സസ് ചാർജ് ആണ് ചാർജ് എന്ന് പറയുന്നത്. എക്സസ് ചാർജ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്?
ഈ ഓയിൽ ഡ്രോപ്പിൽ പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകളുണ്ട്, അത് ബാലൻസ്ഡ് ആണ്. എന്നാൽ ഇപ്പോൾ ഈ ഓയിൽ ഡ്രോപ്പിൽ 12 എക്സസ് ഇലക്ട്രോണുകളുണ്ട്. ഓരോ ഇലക്ട്രോണിന്റെയും ചാർജ് നിങ്ങൾക്കറിയാം 1.6 × 10⁻⁻19 ആണ്. അങ്ങനെ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 12 എണ്ണം. സോ 12 × 1.6 × 10⁻⁻19 കൂളം എത്രയാണോ അത്രയും ചാർജ് എവിടെയുണ്ട്? ഈ ഒരു ഓയിൽ ഡ്രോപ്പിലുണ്ട്. എന്ന് വെച്ചാൽ അത്രയും നെഗറ്റീവ് ചാർജാണ്. മനസ്സിലായില്ലേ? അപ്പോ ഇതൊരു ചാർജാണ്. അപ്പോൾ ഈ ഓയിൽ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താണ്? ചാർജ് ഉള്ള ഒരു വസ്തുവാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ചാർജ് ഉള്ള ഒരു വസ്തു ഒരു ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ അത് മൂവ് ചെയ്യും, ശരിയല്ലേ? എന്ന് വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയാണെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യും, ശരിയല്ലേ? എന്ന് വെച്ചാൽ ഫോഴ്സ് മുകളിലോട്ടായിരിക്കും. ഇനി ഈ ഓയിൽ ഡ്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഉള്ള ഒരു വസ്തുവാണ്. അപ്പോൾ എന്തായാലും അതിന് വെയിറ്റ് ഉണ്ടാവും. അപ്പോൾ mg എന്തായിരിക്കും? mg എന്ന അതിന്റെ വെയിറ്റ് താഴേക്കായിരിക്കും. അപ്പോൾ ഈ ഓയിൽ ഡ്രോപ്പിനെ സ്റ്റേഷനറി ആക്കി നിർത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അർത്ഥം എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ബാലൻസ് ചെയ്യുന്ന ഒരു കണ്ടീഷനിൽ ഇതിനെ കൊണ്ടെത്തിക്കുന്നു എന്നാണ്. അങ്ങനെയാണ് ഈ ഓയിൽ ഡ്രോപ്പ് എന്ത് ചെയ്യുന്നത്? സ്റ്റേഷനറി ആയി നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു കണ്ടീഷനിൽ നിന്നുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഓയിൽ ഡ്രോപ്പിന്റെ റേഡിയസ് മെഷർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ g എന്നത് 9.81 m/s² ആയിട്ട് എടുക്കുക. E എന്നത് 1.60 × 10⁻⁻19 കൂളമായി എടുക്കുക എന്നാണ്. അപ്പൊ ഈ കൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആയ Q × E യും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയ M × G യും ബാലൻസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? ഈ ഓയിൽ ഡ്രോപ്പ് സ്റ്റേഷനറി ആയി നിൽക്കുന്നു. ഇതാണ് മില്ലിക്കൻസ് ഓയിൽ ഡ്രോപ്പിൽ ചെയ്യുന്നത്. അപ്പോ ഇതിൽ നിന്നും നമ്മൾ ഈ ഓയിൽ ഡ്രോപ്പിന്റെ റേഡിയസ് കണ്ടുപിടിക്കുകയാണ്. യഥാർത്ഥത്തിൽ മില്ലിക്കൻ ഇതിൽ നിന്നും ഇലക്ട്രോണിന്റെ ചാർജ് ആണ് കണ്ടുപിടിച്ചത്. വളരെ റെവല്യൂഷണറി ആയ ഒരു എക്സ്പെരിമെന്റ് ആയിരുന്നു. അപ്പൊ നമുക്ക് ചെയ്തു നോക്കാം. ഇവിടെ നോക്കൂ, n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എക്സസ് ഇലക്ട്രോൺസ് എത്ര? 12. ഇയുടെ വാല്യൂ എത്ര? 1.6 × 10⁻⁻19 കൂളോം. E എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ചാർജ് ആണ്. ഇനി ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? 2.55 × 10⁻⁴ N/കൂളോം. ഇനി നമ്മുടെ ഓയിലിന്റെ ഡെൻസിറ്റി തന്നിട്ടുണ്ട്. എത്രയാണ്? 1.26 g/cm³ ആണ്. അതിനെ kg/m³ ആകുമ്പോൾ നിങ്ങൾ ഒരു 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഇനി അതറിയാലോ ആ ഒരു കൺവേർഷൻ. ഇനി g എത്രയെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 9.81 m/s² ആയി എടുക്കുക. റേഡിയസ് ഓഫ് ദ ഡ്രോപ്പ് നമ്മൾ അതിനെ സ്മോൾ r എന്ന് വിളിക്കാം. നമുക്കതിനെ സ്മോൾ r എന്ന് വിളിക്കാം. അപ്പൊ അത് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ കണ്ടുപിടിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സും നമ്മുടെ ഇലക്ട്രിക് ഫോഴ്സും ബാലൻസ് ചെയ്യുന്ന കണ്ടീഷനാണ്. അത് ഉപയോഗിച്ചാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? mg എന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെയും QE, E എന്ന ഫീൽഡിൽ Q എന്ന ചാർജ് ഇരിക്കുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ് QE. അതും നമുക്ക് എന്ത് ചെയ്യാം? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാം? ഈക്വേറ്റ് ചെയ്യാം. അപ്പൊ mg = ഈ Q എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഓയിൽ ഡ്രോപ്പിലെ എക്സസ് ചാർജ് ആണ്. ആ ഓയിൽ ഡ്രോപ്പിൽ എന്തുമാത്രം ചാർജ് കൂടുതലുണ്ടോ അതാണ് അതിന്റെ ചാർജ്. എക്സസ് ചാർജിനെയാണ് നമ്മൾ ഈ ചാർജ് എന്ന് വിളിക്കുന്നത്. അപ്പോ എക്സസ് ആയി 12 ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ 12 × 1.6 × 10⁻⁻19 കൂളം അത്രയും ചാർജ് അതിനകത്തുണ്ട്. എന്ന് വെച്ചാൽ n × E. n എന്ന് പറഞ്ഞ നമ്പർ ഓഫ് എക്സസ് ഇലക്ട്രോൺസ്, E എന്ന് പറഞ്ഞ ഒരു ഇലക്ട്രോണിന്റെ ചാർജ്. അപ്പൊ അത്രയും ചാർജ് അതിലില്ലേ? അപ്പൊ ഈ Q = Ne നമ്മൾ ക്വാണ്ടൈസേഷനിൽ പഠിച്ചതാണ്. അപ്പൊ അങ്ങനെ കൊടുക്കാം. E എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഇനി നിങ്ങൾക്കറിയാം ഈ മാസ് ഈ m എന്ന് പറഞ്ഞാൽ എന്താണ്? ഓയിൽ ഡ്രോപ്പിന്റെ മാസ് ആണ്. നിങ്ങൾക്കറിയാം ഡെൻസിറ്റി = മാസ് ബൈ വോളിയം ആണ്, ശരിയല്ലേ? അപ്പൊ മാസിനെ ഡെൻസിറ്റി × വോളിയം എന്ന് കൊടുത്തൂടെ? ഇനി വോളിയം എന്ന് പറഞ്ഞാൽ ഈ ഓയിൽ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ സ്പെറിക്കൽ ആണ്, സ്പിയർ ആണെന്ന് വിചാരിക്കുക. അതിന്റെ റേഡിയസ് സ്മോൾ r ആണ്. ആ റേഡിയസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആ റേഡിയസ് സ്മോൾ r ആണെങ്കിൽ സ്പിയറിന്റെ വോളിയം എത്ര? 4/3 πr³ അല്ലേ? അപ്പൊ 4/3 πr³ × ρ ആണ് എന്ത്? ഈ ഓയിൽ ഡ്രോപ്പിന്റെ മാസ്. 4/3 πr³ × ρ. g ഇവിടെ ഉണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു n × E × E. അപ്പൊ ഇതിൽ നിന്ന് r എങ്ങനെ കണ്ടുപിടിക്കാം? ഈ r³ മാത്രം എഴുതുമ്പോൾ ഈ 3 മോളിൽ പോകുന്നു. 3NEE / 4πρg ഇനി താഴെ വരുന്നു. അപ്പൊ r³ ആയി. അപ്പൊ r കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? അതിന്റെ ക്യൂബ് റൂട്ട് എടുക്കണം, അല്ലെങ്കിൽ റൈസ്ഡ് 1/3 എടുക്കണം. അപ്പൊ നിങ്ങൾ ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. 3 × n എത്ര? 12. E എത്ര? 1.6 × 10⁻⁻19 E ഇലക്ട്രിക് ഫീൽഡ് 2.55 × 10⁴ / 4 × പൈയുടെ വാല്യൂ 3.14 ആണ്. റോയുടെ വാല്യൂ 1.26 × 10⁻³ നമ്മൾ kg/m³ ആക്കി ജിയുടെ വാല്യൂ കൊടുക്കുന്നു.
അപ്പൊ ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 9.84 ഇൻറ്റു 8 ഇൻറ്റു 10⁻⁻7 മീറ്റർ എന്ന് കിട്ടും. 10⁻⁻7 മീറ്റർ. നമ്മൾ ഈ ഓയിൽ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. അപ്പൊ അതിന്റെ റേഡിയസ് മീറ്ററിൽ പറയുന്നത് അത്ര സുഖകരമല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, 9.8 ഇൻറ്റു 10⁻⁻4 മില്ലിമീറ്റർ ആക്കാം. ഈ മീറ്ററിനെ എന്ത് ചെയ്യാം, മില്ലിമീറ്റർ ആക്കാം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, ഇത്രയും കാര്യങ്ങൾ വൃത്തിയായി പഠിച്ച് ഈ പ്രോബ്ലം നിങ്ങളുടെ നോട്ടിൽ എഴുതുക. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ നോക്കാം.